നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ടൗൺ മാർക്കറ്റിൽ ആരോഗ്യ വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. 4 കടകൾക്ക് നേരെ നടപടി. റാന്നി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി മഴവെള്ള സംഭരണിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. പത്തിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഡിസംബർ 12-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന റാലി. റാന്നി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഡിസംബർ 11-ന് സമാപനമാകും. ഇന്ന് പാർവതി പരിണയം നടത്തി. ഞാൻ മധുപുതുമന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പത്തനംതിട്ട ടൗൺ മാർക്കറ്റിൽ ആരോഗ്യ വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. 4 കടകൾക്ക് നേരെ നടപടിയെടുത്തു. പഴകിയ മത്സ്യമാംസങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പത്തനംതിട്ട ടൗൺ മാർക്കറ്റിൽ പഴകിയ മത്സ്യമാംസം വിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി 4 കടകൾക്ക് നേരെ നടപടിയെടുത്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് കുമാർ, കൗൺസിലർ കെ ആർ അനിൽകുമാർ, ഹെൽത്ത് സൂപ്പർവൈസർമാരായ സുനിൽകുമാർ, അനിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മാർക്കറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നുവെന്ന പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു മിന്നൽ പരിശോധന. മത്സ്യമാംസ്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വെച്ച് വിൽക്കുന്നുവെന്ന പരാതിയും ആരോഗ്യ വിഭാഗം പരിശോധിച്ച് നടപടിയെടുത്തു. മാർക്കറ്റിൽ 6 സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിച്ചതായി നഗരസഭാ ചെയർമാൻ അറിയിച്ചു. രാത്രികാലങ്ങളിൽ പോലീസിന്റെ സ്ഥിരം നിരീക്ഷണം ഇനി മുതൽ ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് കുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസംബർ 12-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. അന്നേ ദിവസം ജില്ലാ കേന്ദ്രങ്ങളിൽ വൻ റാലി സംഘടിപ്പിക്കുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസംബർ 12-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പൊതുപ്രശ്നങ്ങളും ബോണസ് തുടങ്ങിയവ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച്. ആഗോളവൽക്കരണത്തിന്റെ ഫലമായി തൊഴിൽ മേഖലയിലുണ്ടായ പുതിയ പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്ഥിരം തൊഴിലാളികൾ കൊടുക്കുന്നതിന് തുല്യമായ കൂലിയും സേവന വേതന വ്യവസ്ഥകളും അവർക്ക് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ 10 ഡിമാൻഡുകളുടെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിൽ പെട്രോളിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിച്ചത് മാത്രമല്ലൊരു വിഷയം എന്ന് പറയുന്നത്. രാജ്യത്ത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം മുഖ്യമാണ്. അവരുടെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ക്ഷേമനിധി രൂപീകരിക്കണം എന്നുള്ളത് മുഖ്യമായി ഉന്നയിക്കുന്നുണ്ട്. അല്ല, ബോണസിന് ഇപ്പോൾ സീലിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സീലിംഗ് ഇല്ലാതെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ബോണസ് കിട്ടാനുള്ള നടപടികൾ ഉണ്ടാകണം. പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി ഡിസംബർ 12-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വൻ റാലി സംഘടിപ്പിക്കും. റാലിക്ക് ശേഷം പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനം UTUC അഖിലേന്ത്യാ പ്രസിഡന്റ് A അസീസ് MLA ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KC രാജഗോപാൽ, A ഷംസുദ്ദീൻ, PJ അജയകുമാർ, S ശ്രീകുമാർ, MB വിദ്യാധരൻ, RM ഭട്ടതിരി, അഡ്വക്കേറ്റ് മണ്ണിൽ അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. റാന്നി ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാർവതി പരിണയം നടത്തി. നവാഹയജ്ഞം ഡിസംബർ 11-ന് സമാപിക്കും. റാന്നി ചെറുകുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാർവതി പരിണയം നടത്തി. സ്വയംവരാർച്ചന, മറവറ സമർപ്പണം. സ്വയംവരം കഴിഞ്ഞിട്ടുള്ളവർ പാർവതി പരമേശ്വരന്മാരെ പോലെ ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഭർത്താവിന്റെയും ഭാര്യയുടെയും പേര് നാളെ പറഞ്ഞ് അർച്ചന നടത്തുന്നത് വളരെ ഭക്തി നിർഭര ചടങ്ങുകളിൽ നിരവധി ദേവീഭക്തരെത്തി.
പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് 6ാം ദിന നവാഹയജ്ഞം തുടങ്ങിയത്. തുടർന്ന് ലളിതാ സഹസ്രനാമ ജപം നടത്തി. രാവിലെ 11:30 പാർവതി പരിണയം നടന്നത്. ദേവി ഭാഗവത ഹംസം തെക്കൻ ഗുരുവായൂർ ശ്രീ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ശിവപാർവതി ആനയിക്കൽ ചടങ്ങിന് ഭക്തിനിർഭര ഘോഷയാത്രയൊരുക്കി. അത്രയും സ്ഥലങ്ങളൊക്കെ ശുദ്ധമായി സമയമായി ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ദേവി ഭാഗവത പാരായണം തുടർന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ആചാര്യ പ്രഭാഷണവും മഹാപ്രസാദകൂട്ടും നവാഹയജ്ഞത്തിന്റെ ഭാഗമായി നടന്നു. വൈകിട്ട് 5 മണിക്ക് നടന്ന സർവേശ്വരി പൂജയിൽ 100 കണക്കിന് സ്ത്രീഭക്തജനങ്ങൾ പങ്കെടുത്തു. അവഭൃത സ്നാന ഘോഷയാത്രയോടെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ഡിസംബർ 11 സമാപിക്കും. ക്ഷേത്രം തിരുവുത്സവത്തിന് ഡിസംബർ 13 തുടക്കമാകും. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഭുവനചന്ദ്രനാഥ പണിക്കർ, സെക്രട്ടറി KS രാജേഷ്, വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി അനീഷ്, ട്രഷറർ വാസുദേവൻ, കമ്മിറ്റി അംഗങ്ങളായ മുരളീധരൻ നായർ, പ്രദീപ് എസ് കുറുപ്പ്, രാധാകൃഷ്ണൻ, സുരേഷ് കുമാർ, സതീഷ്, മണിയൻപിള്ള തുടങ്ങിയവർ 6ാം ദിന നവാഹയജ്ഞത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, റാന്നി. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞികടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി മഴവെള്ള സംഭരണിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നിൻ പുത്തമ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി പഞ്ചായത്തിലെ ജലനിധി മഴവെള്ള സംഭരണിയുടെ പ്രവർത്തനോദ്ഘാടനം റാന്നി തോട്ടമണിൽ നടത്തി. തോട്ടമൺ സാന്ദീപനി വിദ്യാനികേതയിൽ ചേർന്ന ചടങ്ങിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ചെയ്യാവുന്ന, കൂട്ടായിട്ടും ഒറ്റയ്ക്കും ചെയ്യാവുന്ന ഒട്ടനേകം നന്മ പ്രവൃത്തികളുണ്ട്, പുണ്യ പ്രവൃത്തികളുണ്ട്.
അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരാൾക്ക് കുടിവെള്ളം നൽകുക എന്നുള്ളതാണ്. അത് ശുദ്ധമായ കുടിവെള്ളം നൽകുക എന്നത് ഏറ്റവും പരിപാവനമായ ഒരു കർമ്മമാണ് അവിടെ തരുന്നത്. അത് വലിയൊരു ആദരവിന്റെ സൂചകമായി വടക്കേ ഇന്ത്യയിൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി അതവിടെ നിലനിൽക്കും. ഇവിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു ടാപ്പ് എന്ന ഒരു സന്ദേശവുമായി ഗ്രാമപഞ്ചായത്തിന്റെ മറ്റ് വികസന പദ്ധതികൾക്കുള്ള തുക മുഴുവൻ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തു. ഇതിലേക്ക് തുക വക മാറ്റിക്കൊണ്ട് മറ്റു പദ്ധതികൾക്കൊക്കെ തൽക്കാലം ഒരു അവധി കൊടുത്ത് മറ്റു പദ്ധതികൾക്ക് മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തി ഈ പദ്ധതി എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് അത് ആലോചിക്കുകയും സാങ്ഷൻ വാങ്ങുകയും അതിന് ജലനിധി പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള അധ്യക്ഷത വഹിച്ചു. ഇനിയും നമ്മുടെ മുമ്പിൽ 2-3 മാസത്തോളം മാത്രമേ 3-4 മാസത്തോളം ചിലപ്പോൾ ഒരു 3 മാസം കൂടി എക്സ്റ്റൻഷൻ കിട്ടും. അങ്ങനെ ഒരു 6 മാസത്തെ പരമാവധി കാലാവധി നമുക്ക് ഈ കാലാവധിക്കുള്ളിൽ തന്നുകൊണ്ട് നമ്മൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും അതിന് ബാക്കിയായി ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളുമൊക്കെ വളരെ ത്വരിതഗതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് 2.5 കോടി രൂപയുടെ പ്രോജക്റ്റിനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ പ്രദേശത്തെ പ്രത്യേക പരിസ്ഥിതിയും ഒക്കെ അനുസരിച്ച് ഇവിടെ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിയതിനാൽ നമ്മുടെ പ്രോജക്റ്റ് ഏതാണ്ട് 4.5 കോടി രൂപയിൽ മുകളിലേക്ക് ഡോക്ടർ ബാബു വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, റാന്നി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ്മ ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ PR പ്രസാദ്, VK സുമ, സീനാനി, ജലനിധി ടീം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ റാന്നി. ധീര സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ സായുധ സേന പതാക ദിനം ആചരിച്ചു. ധീര സൈനികരുടെ സ്മരണയിൽ പത്തനംതിട്ടയിൽ സായുധ സേന പതാക ദിനം ആചരിച്ചു. പത്തനംതിട്ട ഹോട്ടൽ മണ്ണിൽ റീജൻസിയിൽ വെച്ച് നടന്ന സായുധ സേന പതാക ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ മറ്റ് രാജ്യങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുന്ന ഏതെങ്കിലും ഒരു പാരാമീറ്റർ, ഏതെങ്കിലും ഒരു ഘടകം കോമൺ ആയിട്ട് വന്നേക്കാം. ഒന്നുകിൽ ആ രാജ്യത്തെ ഭാഷ ഒന്നായി, അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ മതം ഒന്നായി, അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ട്രൈബ് ഒരു ട്രൈബായിരുന്നു. ബംഗാളിനോ ആര്യനോ ജർമ്മനാണ്, പ്യൂർ ആര്യൻസ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഘടകം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ജാതികൾ, ആയിരക്കണക്കിന് ട്രൈബ്സ്, വ്യത്യസ്തമായ ട്രൈബ്. കേരളത്തിൽ തന്നെ എത്ര ട്രൈബാണ്? ഒരിക്കലും നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം ഇതിലൊന്നും തന്നെ. കളക്ടർ പ്രണബ് ജ്യോതിനാഥ് അധ്യക്ഷത വഹിച്ചു. സൈനിക ബോർഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ നായർ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസ്, ഡോക്ടർ കോശി വി ജോൺ, CM ഡാനിയൽ, ബോസ് വർഗീസ് കൈതള, ആൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. ഇടമുറി മഹാക്ഷേത്ര സമുച്ചയത്തിലെ മൂലസ്ഥാനമായ ദേവീക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നമസ്കാര മണ്ഡപ സമർപ്പണം ഇന്ന് നടന്നു. ക്ഷേത്രം തന്ത്രി മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇടമുറി മഹാക്ഷേത്ര സമുച്ചയത്തിലെ മൂലസ്ഥാനമായ
ദേവീക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നമസ്കാര മണ്ഡപം ഇന്ന് സമർപ്പണം നടത്തി. രാവിലെ 11:50-നും 12:12-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്ന സമർപ്പണ ചടങ്ങിൽ 100 കണക്കിന് ദേവി ഭക്തരെത്തി. ദേവതയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന് ദേവതയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നാമജപത്തിൽ മുഴുകി ഈ ദേവതയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഈ മണ്ഡപം നമ്മൾ വിശാലമായിട്ട് പണിത് ഈ മണ്ഡപം സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ എല്ലാവരും ദേവിയെ സ്മരിക്കുകയും ജപിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രം തന്ത്രി മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാജു ഇബ്രഹാം MLA നമസ്കാര മണ്ഡപ സമർപ്പണം നടത്തി. ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത് ഒരു പ്രത്യേകത നിറഞ്ഞ കാര്യമല്ല. ഈ ക്ഷേത്രത്തിന്റെ ശക്തിയാണ് അത് വിളിച്ചോതുന്നത്. ആ വിശ്വാസമാണ് ആയിരങ്ങളെ ഇവിടേക്ക് നയിക്കുന്നത്. സംഘർഷപൂരിതമായ ലോകത്തിൽ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും തുടിപ്പുകൾ തേടി മനുഷ്യൻ മൈലുകൾ താണ്ടുന്ന അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മനുഷ്യ ജീവിതം കെട്ടിപ്പടുക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ആർത്തി പൂണ്ട മനുഷ്യവർഗത്തിൽ തന്നെ പിറന്നവർ മനുഷ്യ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെല്ലുന്നു. ഭാഗവതാചാര്യൻ TK രാജു അനുഗ്രഹ പ്രഭാഷണം നടത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി വിക്രമൻ, നാറാണമൂഴി പഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി ശ്രീനിവാസ്, KV ലീലാഭായി, ക്ഷേത്രോപദേശക സമിതി അംഗം വിദ്യാധരൻ തേക്കടയിൽ, SNDP യോഗം ശാഖാ പ്രസിഡന്റ് PB രാജൻ, AKPHMS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് AK ലാലു, വനിതാ പ്രാർത്ഥനാ സമാജം പ്രസിഡന്റ് ഗൗരിക്കുട്ടി ശ്രീനിവാസൻ, ക്ഷേത്ര സംരക്ഷണ സേനാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, പട്ടികവർഗ ഹിന്ദു മലവേടർ മഹാസഭാ പ്രതിനിധി സജി VR, ഇടമുറി ഹിന്ദു സേവാ സമിതി സെക്രട്ടറി K അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇവിടെ ശാന്തിയുടെ തീരത്തുകൂടി നമുക്ക് യാത്ര ചെയ്യാൻ ഇത്തരത്തിലുള്ള ഈശ്വര ആരാധനാ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ, നമസ്കാര മണ്ഡപങ്ങൾ നമുക്കുണ്ടാവണം. അതേ നമസ്കാര മണ്ഡപങ്ങൾ, ക്ഷേത്രങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലും ഉണ്ടാകുമ്പോൾ അവിടെ തെളിയിക്കപ്പെട്ട ആ തിരുനാളം നമ്മുടെ ഉള്ളിലും കത്തുമ്പോൾ അത് ഈ നാടിന്, രാജ്യത്തിന്, സമൂഹത്തിന്, ചുറ്റുപാടിന് വലിയ ആത്മീയ പ്രകാശമായി മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ റാന്നി. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961 553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347.
ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9446057953. ബേബി പാർക്ക് അറ്റ് കുര്യൻസ് ഏജൻസീസ് റാന്നി. കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഒരേ കുടക്കീഴിൽ ആദ്യമായി റാന്നിയിൽ അവതരിപ്പിച്ച ബേബി പാർക്ക് മാമുക്കിൽ നിന്നും മാറി SUP സ്കൂളിന് എതിർവശമുള്ള വിശാലമായ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികവുറ്റ ബ്രാൻഡുകളായ ഹോട്ട് വീൽസ്, ബാർബി, ഫിഷർ പ്രൈസ്, മോറിസൺ ബേബി ഡ്രീംസ്, നൂബി, പീജിയൻ, ജോൺസ്, കിറ്റെക്സ്, സ്കൂബി ഡേ, മാമി പോക്കോ, മാർബിൾസ് കൂടാതെ മറ്റെല്ലാ കുട്ടികളുടെ ഐറ്റംസും ബേബി പാർക്കിൽ ലഭ്യമാണ്. കുട്ടികളുടെ ടോയ്സ്, ഡ്രസ് ഐറ്റംസ്, ബേബി കെയർ ഐറ്റംസ്, ലേണിംഗ് ബുക്സ്, CDs, DVDs, ഫീഡിംഗ് ബോട്ടിൽ, വോക്കർ, കാഡിൽ, ട്രൈസൈക്കിൾസ്, ബേബി വൈപ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, റൂം ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ബേബി പാർക്കിൽ ലഭ്യമാണ്. നിങ്ങളുടെ പിഞ്ചോമനകൾക്കായി പിഞ്ചോമനകളുടെ സ്വന്തം ബേബി പാർക്ക്. ബേബി പാർക്ക് അറ്റ് കുര്യൻസ് ഏജൻസീസ്, കവിണേടത്ത് ആർക്കേഡ്, SUP സ്കൂളിന് എതിർവശം, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം, പഴവങ്ങാടി, റാന്നി. ഫോൺ 8943673386. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലം നിർമ്മാണങ്ങൾ ആവർത്തിച്ച് ഉണ്ടായതോടെ കടവുകളിലെ കടത്തുകാർക്ക് തങ്ങളുടെ തൊഴിലും നഷ്ടമായി തുടങ്ങി. സ്ഥിര നിയമനമുള്ള 25 കടത്തുകാർ ജില്ലയിലുണ്ടെന്നാണ് കണക്ക്. പമ്പാ നദിയിൽ പേരൂച്ചാൽ കീക്കിഴൂർ കടവുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പരിഹാരമായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പേരൂച്ചാൽ പാലം യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആയിരക്കണക്കിന് 10,000കണക്കിന് വരുന്ന ജനങ്ങൾ ഇന്ന് ഈ സംസ്ഥാനത്തും രാജ്യത്തുമുള്ളത്. കീക്കഴൂർ കരയിൽ നിന്നുകൊണ്ടുള്ള ഈ ആവശ്യം സർക്കാർ പരിഗണനയിലെത്തി പാലം അതിവേഗമുണ്ടായാൽ നദിയുടെ ഇരുകരകളിലും ആഘോഷം പൊടിപാറും. നല്ല കാര്യമാണ്. നാട് വികസനത്തിലേക്ക് പോവുകയാണ്. അതോടെ ഈ കടത്തുകാരൻ്റെ പണി പോയി കിട്ടും. ജില്ലയുടെ നദികളിലെ പ്രധാന കടവുകളിലെല്ലാം പാലമെത്തിയാൽ ഉദ്ദേശം 25ഓളം കടത്തുകാരുടെ തൊഴിലാണ് നഷ്ടമാകുന്നത്. നദിയിലെത്തുന്ന സർക്കാർ വികസനത്തിന്റെ കരകളറിയാത്ത സങ്കടമാണിത്. ഇത് റാന്നി മുണ്ടപ്പുഴ സ്വദേശി PC ജോസഫ്. ഇങ്ങനെ നദിയിലെ ഉപജീവന പണി സ്വീകരിച്ചിട്ട് 3 പതിറ്റാണ്ടായി. ജില്ലയിലെ പ്രധാന നദിയിലെ കടത്തുകളിലെല്ലാം കടത്തുകാരനായി ജോലി നോക്കി. ഇപ്പോൾ കീക്കഴൂർ കടവിലാണ് ജോലി. 1988 വള്ളവുമായി നദിയിലേക്ക് ഇറങ്ങിയതാണ്. താൽക്കാലിക ജോലിയായിരുന്നു ആദ്യം. ഇപ്പോൾ PWD ഡിപ്പാർട്ട്മെന്റ് തൊഴിലാളിയായി മാറി. അന്ന് 550-800 ആയിരുന്നു എൻ്റെ അന്നത്തെ ശമ്പള സ്കെയില്. അന്ന് വള്ളം ഊന്നാൻ അറിയണം, തുഴയാൻ അറിയണം, നീന്തൽ
ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. പരിശോധിക്കുമായിരുന്നു. അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പത്തനംതിട്ട റോഡ്സ് ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പത്തനംതിട്ട വലഞ്ചുഴി കടവിലെ കടവിൽ പോയി അവിടുത്തെ കറുത്ത വെള്ളത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നിക്കുകയും നീന്തിക്കുകയും തുഴയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ നിയമനം നടത്തുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ്. പമ്പ, മണിയാർ, അച്ചൻകോവിൽ എന്നീ നദികളിലെ 8ഓളം കടവുകളിൽ തുഴയെറിഞ്ഞ് ജോലി നോക്കി. 550 രൂപയിൽ തുടങ്ങിയ ശമ്പള സ്കെയിൽ ഇന്ന് ആശ്വാസകരമായ വേതന വ്യവസ്ഥയിലെത്തി. പക്ഷേ പാലം വരുന്നതോടെ ഈ കടവിലെ പണി നഷ്ടമാകും. എന്നാൽ 51കാരനായ PC ജോസഫിന് അതിൽ വലിയ സങ്കടമില്ല. വികസനമാണ് പ്രധാനം. ആശങ്കയൊന്നുമില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറയട്ടെ. ഈ കടത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ കടത്ത് വെള്ളത്തെ ഈ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അക്കരെ കിടക്കുക. ഒരാൾ വന്ന് 10-20 മണിക്കൂറൊക്കെ നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അവർ അത്യാവശ്യത്തിനായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ കുഴപ്പമല്ലാതെ ഈ വെള്ളത്തിൻ്റെ കാലാവസ്ഥയുടെയൊക്കെ ചില കാരണങ്ങൾ കൊണ്ടാണ് താമസിക്കുന്നത്. ഇവിടെ ആകെപ്പാടെ ഒരു കടത്തുകാരനേ ഉള്ളൂ. നേരത്തെ പടുതോട് കടവിലായിരുന്നു. അവിടെ പാലം വന്നതോടെയാണ് കീഴ്ക്കൊടൂരിലേക്ക് നിയമിതനായത്. ഇവിടെയും പാലമാവുകയാണ്. അതോടെ മറ്റൊരു കടവിലേക്ക് വെള്ളം നീങ്ങും. അവിടെയും പാലം വരും. അങ്ങനെ ഒടുവിൽ തുഴയെറിച്ചിൽ അവസാനിപ്പിച്ച് കടവിൽ നിന്ന് കരയിലേക്ക് കയറേണ്ടി വരും. വികസന വഴിയിലെ അധികം ആരും അറിയാത്ത ജീവിത നിഷേധമാണിത്. പക്ഷേ ജോസഫ് വികസന ചേരിയിൽ തന്നെയാണ്. കഴുത്തിനൊപ്പം വെള്ളമെത്തിയാൽ PC ജോസഫ് തോണി അതിന് മേലെയാക്കും. കടവിൽ ജോലി ചെയ്യുമ്പോഴും പിന്നെ കടത്തുകാരൻ്റെ ആഗ്രഹം ഒരു പാലം എത്രയും പെട്ടെന്ന് വരണമെന്നാണ്. അതെ, എത്രയും പെട്ടെന്ന് പാലം വന്ന് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാകട്ടു. വള്ളങ്ങൾക്ക് നൽകി വരുന്ന കൂലി അല്പം കൂടി വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം മാത്രമേ PC ജോസഫിനുള്ളൂ. ഒരു 3000 രൂപ ന്യായമായിട്ട് ഇന്നത്തെ റേറ്റിന് പണിക്കൂലിയും കയറ്, മീൻ നെയ്യ്, ആശാരിക്ക് തടിവലയൊക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. പഴയ രീതിയൊന്നുമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ന്യായമായിട്ടൊരു 3000 രൂപയിലും ഉള്ള വാടക തന്ന് ഗവൺമെൻറ് സഹായിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ക്യാമറമാൻ സജി തിരുവല്ലയോടൊപ്പം പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുന്നോടിയായി വിദഗ്ധ സമിതി തെളിവെടുപ്പ് നടത്തി. പത്തനംതിട്ടയിൽ നടന്ന തെളിവെടുപ്പിൽ മലയോര ജനത ഒന്നായി പരാതികളുമായി എത്തി. ഇന്റർനെറ്റിലൂടെ ലോക മലയാളിയുടെ പ്രിയപ്പെട്ട ഗായികയായി മാറിയ പത്തനംതിട്ട ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമാകുന്നു. ചന്ദ്രലേഖയുടെ പുതുവർഷ വിദേശയാത്ര ഡിസംബർ 26-ന് തുടങ്ങും. ഒരു വൃശ്ചിക പ്രഭാതത്തിന്റെ ചെങ്കതിർ വെട്ടത്തിൽ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച മൊബൈൽ ഫോണിലേക്ക് ഹൃദയം തുറന്നു വെച്ച പത്തനംതിട്ട ജില്ലയുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമാകുന്നു. തമിഴടക്കം നിരവധി ഭാഷാ സിനിമകളിൽ ചന്ദ്രലേഖയ്ക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. തിരക്കുകൾ കൊണ്ട് സമ്പന്നമാകുന്ന തൻ്റെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് പകൽ സമയം ചന്ദ്രലേഖ ഇന്ന് മലനാട് ന്യൂസിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഹൃദയകാരിയായ പാട്ടുകാരിയായി എത്തി. വിശ്രമമില്ലാത്ത യാത്രയിൽ പനി പിടിച്ച് കിടപ്പിലായിരുന്നു ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ ഇന്ന്. എങ്കിലും അതിവേഗം ചന്ദ്രലേഖ സംഗീത ലോകത്തിൻ്റെ മെലഡിയിലേക്ക് കടന്നു വന്നു. ഹിന്ദോള രാഗത്തിൻ്റെ മധുരിമയിൽ രാജഹംസം ഒരിക്കൽ കൂടി മനം നിറച്ചു വച്ചു. രാജഹംസമേ മഴവിൽ കൂടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹദായകൻ ഓ രാജഹംസമേ. മലയാളത്തിൽ 2 സിനിമയിൽ പാടി. അതിലേറ്റവും ഹൃദയഹാരിയായി മാറിയത് ഗായിക ചിത്രയുമായുള്ള സമാഗമമാണ്. മനസ്സിൽ കൊണ്ടു നടന്ന മോഹത്തിന്റെ ശ്രുതിമധുരമായ സാക്ഷാത്കാരം. അപ്പം ദൈവം ഓരോ നിമിഷത്തിലും ദൈവത്തെ വിളിച്ചാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ചിത്ര ചേച്ചിയോടൊപ്പം പാടുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോൾ ചേച്ചി ജോൺസൺ മാഷിൻ്റെ മകൾ, ജോൺസൺ മാഷിൻ്റെ പകട്ടാണല്ലോ രാജഹംസം. അപ്പം ഒരു ദിവസം എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ ഷാൻ ജോൺസനാണ്, ചേച്ചിയുടെ പാട്ട് ഞാൻ കേട്ട്, ചിത്ര ചേച്ചി പാടിയ രാജഹംസം എന്ന പാട്ട് ചേച്ചി പാടിയത് വീണ്ടും അനശ്വരമാക്കിയല്ലോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നും പറഞ്ഞ് ഷാൻ ജോൺസൺ വിളിച്ചെന്നെ. അതെനിക്ക്
എന്താണ് ആ സമയത്തും എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മാവ്, അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് എനിക്കൊരു അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞിരുന്നതിന്, അദ്ദേഹം എന്നെ വിളിച്ചതിന് എനിക്കറിയാം. അതെനിക്ക് വലിയൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഷാൻ ജോൺസന്റെ ആ ഫോണിലൂടെ ഉള്ള വിളി. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിനെ മനം നിറച്ചുകൊണ്ട് തന്നെ മലനാട് ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഓർത്തെടുത്തു. താലോലം താലോലം കുഞ്ഞിപ്പൂവേ, ആലോലം താലോലം കൂടെ വായോ, ഒന്നിച്ചാ നമ്മൾ കാക്കുന്നു കേറാ, കുന്നോളം കൊന്നപ്പൂ കൊണ്ടേ പോരാ. മാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു മെലഡി കൂടി ചന്ദ്രലേഖ ഹൃദ്യമാക്കി. ഏതോ ജന്മകൽപ്പന കുമ്പളാംബികയുടെ വൃശ്ചിക പുലരിയെ സംഗീത സാന്ദ്രമാക്കി. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു, ഓരോ നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി, ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ. ചന്ദ്രലേഖയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷിനെയും നല്ലൊരു ഗാനാലാപനത്തിന്റെ അകമ്പടിയോടെ ഓർത്തെടുത്തു. ചീരപ്പൂവുകൾക്കും കൊടുക്കണ നീലക്കുരുവികളെ, ചീരപ്പൂവുകൾക്കും കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാറ കണ്ണറിയാതെ മിന്നിക്കരയണ കാണാ പൂവിൻ്റെ കണ്ണീരപ്പാമോ, ഊഞ്ഞാലാട്ടി ഉറക്കാമോ, ചീരപ്പൂവുകൾക്കും കൊടുക്കണ നീലക്കുരുവികളെ. മാഷിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. 2012 ഒരു വൃശ്ചിക മാസത്തിൽ മകൻ ശ്രീഹരിയെയും ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് കുമ്പളാംപൊയ്കയിലെ പറങ്കിമാമൂട്ടിൻ വീടിന്റെ ചുമരും ചാരി നിന്നുകൊണ്ട് പാടിയ ആ പ്രഭാതത്തെപ്പറ്റി ചന്ദ്രലേഖ ഇപ്പോഴും വൈകാരികമായാണ് ഓർക്കുന്നത്. അതിലൂടെ ലോകത്തിലുള്ള മലയാളികളെല്ലാം അന്നേരം ആ സമയം തൊട്ട് വിളിക്കാൻ തുടങ്ങി. ലണ്ടനിലാണ്. ലണ്ടനിൽ നിന്നാണ് ആദ്യം. അല്ല, നമ്മുടെ കേരളത്തിലത്തെ നാട്ടിലെ ഒരു കുട്ടി തന്നെ, കോട്ടയത്തുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു രതീഷ് എന്ന രഞ്ജിത്ത് അങ്ങനെയാണ്ട് പേര്. ഞാൻ പെട്ടെന്ന് അത് അത്രയും ഇതായതുകൊണ്ട് മറന്നുപോയി. ആ കുട്ടിയാണ് എന്നെ നാട്ടിൽ നിന്ന് ആദ്യം വിളിക്കുന്നത്. പിന്നെ വെളിയിൽ നിന്ന് വിളിക്കുന്ന ലണ്ടനിലെ ന്യൂസിലും നെറ്റ് വഴിയുള്ള പത്രത്തിലൊക്കെ വന്ന്, നെറ്റ് വഴിയുള്ള ന്യൂസിൽ വന്ന് ഇതാരാണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഈ കുട്ടിയെ നാട്ടിലാണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുക, ഇതാരാന്ന് വെച്ചാൽ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ വൃശ്ചിക പ്രഭാതത്തിലെ പ്രിയപ്പെട്ട മറ്റൊരു താരം മകൻ ശ്രീഹരിയും ഇപ്പോൾ അമ്മയ്ക്കൊപ്പം ലോകയാത്രയിലാണ്. 2 പാട്ടിന്റെ പല്ലവി പതക്കം ശ്രീഹരി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇനി പാട്ട് പഠിക്കണം, അതാണ് ലക്ഷ്യം. മറ്റൊരു മോഹം ഗാനഗന്ധർവൻ യേശുദാസിന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങണം. ഒരിക്കൽ മാത്രം കണ്ടു. ആ സമാഗമം പോലും ചന്ദ്രലേഖ ഒരു പാട്ടിന്റെ ആരോഹണ അവരോഹണം പോലെ കൃത്യമായി ഓർത്തു വച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഞാൻ മാക്ട എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. ദൂരെ നിന്ന് എന്ന് വെച്ചാൽ ഒരു 5 കസേരയ്ക്ക് ഇപ്പുറം ഞാൻ എണ്ണവും ചെയ്തു. ഒരു 5 കസേര ഇല്ല, 3-4 കസേരയ്ക്ക് അടുത്തായിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചാനലുകാരും, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. തന്നെയല്ല, നമുക്കങ്ങനെ പോകാനുള്ള പോലും അർഹതയില്ല എന്നുള്ളൊരു ഇതാണ്. ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഞാൻ തൊഴുതു.
ഒരു സങ്കടവർത്തമാനം കൂടി ചന്ദ്രലേഖ മലനാട് ന്യൂസിനോട് പറഞ്ഞു. തന്നെപ്പറ്റി ചില സിനിമാ വാരികകളിൽ വരുന്ന ഗോസിപ്പുകൾ വല്ലാത്ത മനോവേദന ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പോലും അറിയാത്തതാണ് ഈ ഗോസിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അത് ഒരു പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. എനിക്കറിയില്ല ഞാൻ എന്താണ് ഞാൻ പോലും ഇപ്പം ഓരോരോ വാരികകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വായിക്കാത്തതാണ്. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമവും ഇല്ല. പിന്നെ എന്താണ് എഴുതുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിനെനിക്ക് വിഷമമുണ്ട്. കാര്യം ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ മലയാളി സുഹൃത്തുക്കൾ ക്ഷമിക്കണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പ്രിയപ്പെട്ട മലയാളികളെ, ഇത് ചന്ദ്രലേഖയാണ്. അനുഭവങ്ങളുടെ തീഷ്ണമായ ജീവിതമാണ് പിന്നിൽ. പാട്ട് മാത്രം നിരന്തരം വൈകാരികമാകും. ക്യാമറമാൻ സജി തിരുവല്ലയോടൊപ്പം ചന്ദ്രലേഖയുടെ കുമ്പളാംബികയിലെ വീട്ടിൽ നിന്നും പുനൂർ സജീവ്. റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 12ാമത് ക്രിസ്മസ് ആഘോഷവും കായിക സംഘ മത്സരങ്ങളും 21 വൈകിട്ട് 6 മണിക്ക് കാച്ചാണത്ത് എബനേസർ ഓഡിറ്റോറിയത്തിൽ നടക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 16-നകം പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കൺവീനർ പ്രസാദ് കടവുപുഴ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 9446915025. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനംതിട്ട ടൗൺ മാർക്കറ്റിൽ ആരോഗ്യ വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. 4 കടകൾക്ക് നേരെ നടപടി. റാന്നി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി മഴവെള്ള സംഭരണിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. പത്തിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഡിസംബർ 12-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന റാലി. റാന്നി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് ഡിസംബർ 11-ന് സമാപനമാകും. ഇന്ന് പാർവതി പരിണയം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.